എത്ര കൊല്ലമായി എന്നറിയാം എൻ്റെ ബാക്കിൽ കയറുന്നു. പക്ഷേ ഇതുവരെ എങ്ങനെയാണ് വണ്ടി കയറേണ്ടതെന്ന് പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല, പോരാളിയായി പോയില്ലേ. അപ്പം നമ്മൾ ഇന്ന് കുലേരിമുണ്ടിക്ക് തെയ്യം കാണാനാണ് പോകുന്നത്. സോ വെൽക്കം ടു എൻജോയ് വ്ളോഗ്സ്. എന്തായാലും നമ്മെ അവിടെ എത്തിയത് കറക്റ്റ് ടൈമിന് തന്നെയായിരുന്നേ. നമ്മൾ പോകുമ്പോഴത്തേക്ക് അങ്കക്കുളങ്ങര ഭഗവതിയുടെ പുറപ്പാടാണ് ഉണ്ടായത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട്, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് തെയ്യം കാണാൻ പറ്റി. അപ്പോൾ അങ്കക്കുളങ്ങര ഭഗവതി കഴിഞ്ഞതിന് ശേഷം വിഷ്ണുമൂർത്തി തെയ്യം ഉണ്ടായിരുന്നേ. വിഷ്ണുമൂർത്തി തെയ്യം എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിളാണ് അതിൻ്റെ ആവേശവിധാനങ്ങളെല്ലാം, പക്ഷേ ആ ഭാവവും ആ ചുവടെല്ലാം കാണാൻ നല്ല രസമല്ലേ. മൂർത്തി കളിച്ച് ഒരു സൈഡാകുമ്പോഴത്തേക്ക് ഗുളികൻ വന്നാൽ പിന്നെ അരങ്ങ് ഫുള്ള് മാറി. ആർപ്പ് വിളിയും ആഘോഷം, മൊത്തത്തിലൊരു കോമഡി വൈബാണ് ഗുളികൻ വന്നാൽ. പിന്നെ നമ്മൾ ആ കിണറിൻ്റെ സൈഡിൽ തന്നെയാണ് ഇരുന്നത്, അതുകൊണ്ട് തന്നെ ആ കിണറിൻ്റെ അടുത്ത് നിന്ന് ഗുളികൻ കിണറ്റിൽ നോക്കി പാമ്പുണ്ട് എന്ന് പറയുന്നതും പിള്ളേർ ഒച്ചപ്പാടാക്കുന്നതും ഒക്കെ ബഹളമായിരുന്നു അവിടെ. കുറേ കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇത്ര അടുത്ത് തെയ്യം കാണുന്നത് ഇപ്രാവശ്യമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിൽ സാമ്പാറിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എനിക്ക് ഈ തെയ്യത്തിൻ്റെ അടുത്തെല്ലാം സാമ്പാർ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ എത്ര വെച്ചാലും ആ ടേസ്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് ചന്തയിലൊക്കെ കയറി ഇറങ്ങി. പോരാളിയുടെ സൊറ പറച്ചിലെല്ലാം കഴിയുമ്പോഴത്തേക്കെല്ലാം നേരെ ഒരുപാടായേ. അങ്ങനെ ഇക്കൊല്ലത്തെ തെയ്യവും കഴിഞ്ഞു. ആരെങ്കിലും എൻ്റെ വീഡിയോയിൽ പെട്ടിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.